ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ശബ്ദം കുറച്ചാണ്, വേറെ ഒന്നും വേണ്ട. ഞങ്ങളുടെ എവിടെ കൈവിട്ട് അത് കാണില്ലേ, അത് കാണില്ലേ, കേട്ടില്ല കാണില്ല. ഇത് കണ്ട ഡ്രസ് ഉണ്ട്, അടിയിലൊന്നുമില്ല. ഇവിടെ കാത്തുമോളും ഇറങ്ങാട്ടോ കണ്ടോടെ. അപ്പൊ നമ്മുടെ കാത്തുമോള് ഉറങ്ങുന്നുണ്ട്. അപ്പൊ കാത്തുമോള് വല്ലപ്പോഴേക്കും ഇങ്ങനെ കിടന്ന് ഉറങ്ങുള്ളൂ. ആകെ പൂച്ചോർക്ക് 5 മിനിറ്റ് തുറക്ക് മാത്രം. അപ്പൊ കുറച്ചേരെ ഉറങ്ങും. ഉറങ്ങി ശരിക്കും ഉറങ്ങാണ്ട് എനിക്ക് വാശിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങി ഇരിക്കട്ടെ കേട്ടാ. അപ്പോൾ അവിടെ പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താ, കുണുക്കൻ്റെ പിറന്നാൾ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ വയ്യാണ്ട് കെടുപ്പായിരുന്നു, ഫുൾ കെടുപ്പായിരുന്നു കേട്ടോ. പിറന്നാൾ ആഘോഷിച്ചില്ല. പിറന്നാൾ ആഘോഷം എൻ്റെ ഫേസ് കണ്ട അറിയണവർക്ക് അറിയാം. അത്രയും ക്ഷീണിച്ചിട്ടാണ് ആ പിറന്നാൾ ഞാൻ ആഘോഷിച്ചത്. അത് എൻ്റെ കുടുംബൻ്റെ കുണുക്കൻ്റെ ആഗ്രഹമാണ് അവൻ്റെ പിറന്നാൾ. അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ പിടിച്ച് ഒരു വിധത്തിൽ. പിറന്നാളിൻ്റെ തലേദിവസം ഉച്ചയ്ക്കാണ് ഞാൻ എനിക്കുന്നത് തന്നെ. അതും എൻ്റെ കുണുക്കൻ്റെ ആ ഒരു ഡയലോഗിൽ കുറേ നേരമായിട്ടാ ഇങ്ങനെ കിടന്ന് കളിക്കും. പോണില്ല അമ്മ, ഷർട്ട് എടുക്കാൻ പോണില്ല അമ്മ, വാച്ച് മേടിച്ചു തരും അമ്മ, അങ്ങനെ ചോദിച്ചിട്ട് കുറേ നേരം. അപ്പം അമ്മ പോവാടുണ്ടെങ്കിൽ അമ്മ ഒന്ന് ക്ഷീണം മാറ്റണമെങ്കിൽ അമ്മ എനിക്കട്ടെ അമ്മ പോണില്ല അല്ലേ, ഷർട്ട് മേടിക്കാൻ പോകും. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് സങ്കടമായി തുടങ്ങി. എന്താ വെച്ചാൽ വാതിലടക്കണ്ടേ നല്ല കുട്ടി നമ്മുടെ മോള്. എനിക്ക് സങ്കടമായി തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ഞാൻ ആരോഗ്യമുള്ള സമയത്താകുമ്പോൾ ഇങ്ങനത്തെ ഒരു കേസിനെ ഒക്കെ ആദ്യം കൂടി അവർക്ക് വേണ്ടത് മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരാളാട്ടോ. ആരുടെ പിറന്നാളായാലും അവരെ ആദ്യം കൂടി തന്നെ എല്ലാം ചെയ്തേക്കുന്ന. എനിക്ക് വയ്യാണ്ടായക്ക് ഒന്നിനും അഞ്ഞായിട്ടും പിന്നെ കണ്ടില്ല. എനിക്ക് വയ്യാണ്ടായതിൻ്റെ ക്ഷീണം ഇവിടെയാണ്. എന്നാണ്ട് ആരും അസുഖകാര്യം എന്നറിയില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു പൊട്ടും കുങ്കുമം കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ കൊടുക്കും, ഞാൻ ഉഷാറിയില്ല. പക്ഷേ എൻ്റെ അസുഖത്തിൻ്റെ ക്ഷീണം ഇവിടെ നോക്കിയറിയാം. എൻ്റെ വീട്ടിൽ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന അതിനാണ് ക്ഷീണം. ഇങ്ങനെ ആലോചിച്ചിട്ടേ മോചനം കിട്ടില്ല. അതാണ് എന്താ വെച്ചാൽ ഇപ്പോ ഒരു സർജറി കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെയും ഇതൊരു വീണ്ടും തടിപ്പ് വരിക, അത് തനിയെ പൊട്ടുക, വീണ്ടും തടിപ്പ് വരിക, തനിയെ പൊട്ടുക. തടിപ്പിന്റെ അത് അവിടെ കിടക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല. അത് നീരുവെള്ളം വരുന്നത് വേറെ തടിപ്പുള്ളത് മുഴയുള്ളതൊക്കെ അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു മുഴ പോലെ വരും. അതിങ്ങനെ അതിൻ്റെ ചുറ്റുവശം ഇങ്ങനെ ചുകന്ന് പഴിക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് പൊട്ടുക. അങ്ങനെ ഇതിപ്പോൾ ആദ്യം 2 പ്രാവശ്യം ഉണ്ടായത് 2 ദിവസത്തിനുള്ളിൽ പഴുത്ത് പൊട്ടിയിട്ടാ. പെട്ടെന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി തീരാനായിട്ട് കുറേ ദിവസം പറഞ്ഞു. വായു ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കീറി കളയാൻ. ഹാസ്റ്റലിലൊക്കെ പോയി എൻ്റെ നമുക്കിത് കീറണമെങ്കിൽ ഒരു സംഖ്യ അവർ മേടിച്ചു വയ്ക്കും. അത് എനിക്ക് ഉറപ്പാണ്. അത്യാവശ്യം നേരപ്പം നമുക്കൊരു മാസം ഡോക്ടറാണ് അതിൻ്റെ 10-30,000 രൂപ മേലെ വേണം. അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഫുള്ളും ബ്ലഡ് ടെസ്റ്റിന് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പകുതി യൂറിൻ ടെസ്റ്റ് ചെയ്യാനും തൈറോയിഡ് ടെസ്റ്റ് പിന്നെ 2-3 ടെസ്റ്റുകൾ വേറുണ്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ 9,500 ടെസ്റ്റിന് മാത്രം വന്നിട്ട് ഇനി വേറെ ടെസ്റ്റ് 10-12 മേലെ വരും കേട്ടോ. അപ്പോൾ അത് പിന്നെ ഡോക്ടറെ പോയി കാണാൻ മരുന്ന് കാര്യങ്ങൾ ഒരു 30,000 രൂപ കയ്യിൽ വേണം ഡോക്ടറാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈറാനും കൂടി പോവുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു 50,000 നമുക്ക് തന്നെ വേണം. 50 ഒന്നുമില്ല. അപ്പം ഞാനും 2 ലക്ഷം റുപ്യ കഴിഞ്ഞിട്ട് പിന്നെന്താ ആശറില് കീറുക അതൊക്കെ പറഞ്ഞത് തന്നെയല്ലേ. വേറെ ഒന്നും ചെയ്യാൻ പോണില്ല അവര്. ഇനിയിപ്പോ ആ തടിപ്പുള്ളത് എടുത്ത് കളഞ്ഞേ പറ്റും, അല്ലാണ്ട് രക്ഷയില്ല. അപ്പൊ നമ്മുടെ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ. അപ്പൊ ഞാൻ മിണ്ടാണ്ട് കിടന്നു 2 ദിവസം. ഞാൻ കുറേ പ്രാവശ്യം വിളിക്കും, വായോ. ഞാൻ പിന്നെ അങ്ങനെ എന്തിനാണെങ്കിൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് കയറാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ എന്തോ ഒരു വിളിയിൽ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കമന്ന് ഇങ്ങനെ അമർന്ന് എടുക്കുന്നു. എന്താ വെച്ചാൽ പൊട്ടട്ടെ ഇതിന് സൈഡ് അങ്ങനെ കിടക്കണല്ലോ. ജസ്റ്റ് പൊട്ടി ഇങ്ങനെ മേത്തോടെ ഇങ്ങനെ ഒലിച്ച് വരുമ്പോഴാണ് മനസ്സിലായത് പൊട്ടിയത്. അപ്പം പിന്നെ എനിക്ക് പിന്നെ പൊന്നു ഇന്നോട് ഒറ്റയ്ക്ക് പറ്റില്ല. ഞാൻ കുറേ അമർത്തി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പഞ്ഞെടുത്ത് അങ്ങനെ അമർത്തി കളഞ്ഞു. എനിക്ക് തല കറങ്ങുക, ചോരും പോകുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ബ്ലഡും പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ തല കറങ്ങി നീരുവെള്ളം ഒക്കെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് തല കറങ്ങുക. അപ്പോൾ പിന്നെ വേദനയുടെ ശക്തി ഞാൻ സ്വയം അമർത്തുമ്പോൾ വേദനയും തലകാപ്പം. എനിക്ക് പറഞ്ഞു പിന്നെ ഇയാള് പിന്നെ ഇതിനൊന്നും കിട്ടില്ല. പിന്നെ
അറപ്പ അറപ്പ അല്ലാണ്ട് എന്താ പറയാ അവനവന്റെ ആവശ്യങ്ങൾ എന്താ ചെയ്യാ നമ്മള് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് അതൊരു വേദന ഉണ്ട്, ഓൾറെഡി വേദന, പിന്നെ അത് അമർത്തുമ്പോ വേദനയാന്നുള്ള. പിന്നെ പക്ഷെ റെഡിയാക്കി ഇപ്പൊ പൊന്നൂടെ ഇല്ല, പിന്നെ ആര് ശരിയാക്കപ്പ അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്ത പൊന്നുള്ളതുകൊണ്ട് പൊന്നു ചെയ്തത് അങ്ങനെ അറപ്പായിട്ട് കണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ എന്തിനാന്നല്ല അമർത്തി നോക്കിയിട്ടുണ്ട്, അത് അമർത്തി നോക്കുന്നതാണ് വിഷമം. ഒന്നുമില്ല അറപ്പായിട്ട് ഞാൻ മാറി നിന്നാണ് ഇപ്പൊ മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ ശരി, അറപ്പാണ്. ഓക്കെ 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 പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് കേൾക്കേണ്ടത് നമ്മള്. എനിക്ക് വിഷമം വേറെ ഇവരൊക്കെ ഇങ്ങനെ ആയി എന്താ കണ്ടിരിക്കുന്നത്, ഇവർക്കൊക്കെ തുടരണം പിടിക്കണം പേടി. ഇവർക്ക് എന്തിനാന്ന് ഇത് അമർത്താനും വീച്ചാനും ഈ മുള്ളു കയറിയാലും അടി കയറിയാലും ഒക്കെ എടുത്തതാണ് ഒക്കെ ഞാൻ എല്ലാവരും കാരണം ഇവരൊന്ന് ജീവിക്കട്ടെ. കുഞ്ഞിനെ വിളിച്ചാൽ കുഞ്ഞിനെ അതിനേക്കാൾ മുന്നേ തലകറക്കുക. അപ്പം ഞാൻ കുഞ്ഞിനെ വിളിച്ച് ഞാൻ പൊന്നു അപ്പുറത്തുണ്ട് പൊന്നിനെ വിളിച്ചോണ്ട് വാങ്ങും. ഞാൻ കിടന്നു പൊന്നു അമർത്തി പൊന്നിൻ്റെ പരമാവധി പറഞ്ഞാൽ മുന്നേ അമർത്തി മൊത്തം കളഞ്ഞത്. പിന്നെ ഞാനും നേർച്ചേരി എന്നിട്ട് ഞാനും എനിക്ക് അറിയാം എവിടെയൊക്കെയാണുള്ളത്, നമുക്ക് ആ കുത്തിന് കഴിക്കാൻ മാറണ്ട. അപ്പോൾ അത് ഞാനൊക്കെ അമർത്തി അങ്ങനെ ആണ് ഞാൻ ഒരു വിധത്തിൽ. പക്ഷെ അതിന് ഭയങ്കര വേദനയുണ്ട്. ഇനിയും കല്ലപ്പുകൾ നിറച്ച് തടിപ്പുകൾ കല്ലപ്പും അതൊക്കെ തൊടുമ്പോൾ ഭയങ്കര വെന്നിപ്പുണ്ടാണെങ്കിൽ ഭയങ്കര വേദന ചെയ്യാല്ലേ. പക്ഷെ അതിന് ചെയ്ത് മടുത്തു സത്യം പറഞ്ഞ. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് വേറെ ഒന്നുണ്ട് 2 സെറ്റ് വീഡിയോ കാര്യമൊന്നും ഇടാത്തതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ പണിയെടുക്കണമെന്നില്ല. ഇന്നലെ എന്നിട്ട് എല്ലാം ചെയ്തു. ജസ്റ്റ് ആ മീൻകറി ഒന്ന് കലക്കി വെച്ച് കൊടുത്ത് അടുപ്പത്തേക്ക് ഞാൻ എനിക്ക് വൈകിട്ട് ആരും എന്നെ വിളിക്കണേ ഞാൻ വന്ന് കിടന്നു കേട്ടോ. 6 മണി നമ്മളെ ചോണ്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ ഉണ്ടെങ്കിൽ ഇവരുണ്ടില്ല. ഇതാണ് എനിക്ക് ഏറെ വിഷമം. ഇവരെല്ലാവരും എനിക്ക് വയ്യ ഞാൻ കെടുക്കുക, എനിക്ക് വേണ്ടാഞ്ഞിട്ട് എന്നാലും ഇവരുത്തി കഴിക്കില്ല. അറപ്പോണ്ടാണ് തമാശ പറഞ്ഞ ഉള്ളില് നെഞ്ചിന്റെ ഉള്ളില് തറച്ചു സത്യം. ഞാനത് അപ്പൊ തന്നെ പറഞ്ഞു അറപ്പോണ്ടല്ല, അതൊരു വേദനയുടെ ഭാഗമായിട്ട് നമുക്കത് കൈ അങ്ങനെയൊക്കെ വഴങ്ങണം നീ. ഓക്കെ ഗുഡ് ബോയ് ആവണ്ട, ഗുഡ് ബോയ് ആവില്ല. എന്തായാലും നമ്മള് ഇത് എന്താ ചെയ്യാന്നൊരു ശ്രദ്ധിക്കണ്ട. അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നത് ഒന്നും കാര്യമില്ല. നമ്മൾ എത്ര വെച്ചിട്ട് ഇപ്പൊ നമ്മളെ ഡോക്ടറെ കാണിക്കാണ്ടല്ല ചികിത്സിക്കാണ്ടല്ല, എന്നാലും മാറുന്നില്ല. നമ്മൾ എന്താ ചെയ്യാ? പിന്നെ പരിധി നമ്മളില് ചെലവാക്കാനുള്ളത് ഒരു പരിമിതികളുണ്ടല്ലോ, നമുക്കറിയില്ല വീടും കാര്യങ്ങളും. അപ്പം അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ കുണുക്കുമ്പോൻ്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ അന്ന് അയച്ചത് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ദിവസം ആരും ക്ഷണിച്ചിട്ടില്ല, ആര് വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പു അമ്മു എന്ന് പറഞ്ഞാൽ അവന് അപ്പൂൻ്റെ അമ്മൂനോട് കുറച്ച് നേരം കളിച്ചാൽ അവൻ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പൂൻ്റെ അമ്മൂനെ അവരെ വിളിച്ചത്. വേറെ ഞങ്ങൾ ആരും ഇത് ക്ഷണിക്കണ പോലെ കൂടിയല്ല. ജസ്റ്റ് അവരോട് വായി നമുക്ക് എല്ലാം കൂടി രാത്രി ഇവിടെ ഫുഡ് കഴിക്കാൻ, ചേച്ചിയോട് ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞു പോകാൻ അങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഓമനമ്മേനായാലും വൈശുവിനെയായാലും സന്ധുവിനെയായാലും വിളിച്ചത്. മുൻകൂട്ടിയിട്ടൊന്നും ഞാൻ ആരും വിളിക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. അപ്പോൾ അവരുടെ വയ്യെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാണ്ട് ഒന്നുകൂടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമ്മുടെ മക്കളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കണം, കളിക്കണം. അവൻ്റെ ആഗ്രഹം നമുക്ക്. പിന്നെ അവൻ ഒരുപാട് വലിയ സമ്മാനങ്ങൾ വലിയ സാധനമൊന്നും എന്നോട് ചോദിച്ചില്ല. ഒരു വാച്ച് 250 രൂപയുടെ ഒരു വാച്ച്, 300 രൂപയുടെ ഷർട്ട്, 250 രൂപയുടെ ഷർട്ട്, 4,000 രൂപയുടെ ട്രൗസർ. 2-3 ഷർട്ട് പൊന്നും 3 ഷർട്ട് പൊന്നാണ് മേടിച്ചത്. കുണിക്കീൻ്റെ ഡ്രസ്സൊക്കെ ഒരു ഡ്രസ്സ് ഞാനെടുത്ത് കുണിക്കുക. പിന്നെ അവിടെ പിന്നെ കാർത്തൂണൊക്കെ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മളവിടെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ 3 ആളല്ല. അപ്പം അവരാരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാർത്തൂനൊന്നും അറിയാനായിട്ട് കാർത്തു ചെറിഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കൊന്നുമില്ല. പക്ഷേ കുണിക്ക് പ്രഷറുണ്ടാക്കും എടുത്തോളത്തിലേക്ക്. അപ്പോൾ പിന്നെ കുണിക്കുമ്പോൾ നമ്മളെ കാർത്തൂനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതും ചെറിയ മോഡൽ. അപ്പം അങ്ങനെ അവർക്ക് 3 ആൾക്ക് ഡ്രസ്സ് എടുത്തു. പിറന്നാളും ശരിയായിട്ടില്ല. നവംബർ മുതൽ നമുക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. നവംബർ 1-ാം തീയതി മുതൽ ഞാന് പരമാവധി അത്രയെങ്കിലും ആയത് ഞാൻ കേക്ക് മുറിച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ ഞാനിങ്ങനെ എടുത്ത് കഴിച്ചോടേക്ക് തീരെ വൈകിട്ട് ഞാൻ പോയിരിക്കാണ്ട് അങ്ങനെ ഒന്ന് റൂമിൽ ഇരിക്കുക ചെയ്ത് കുറേ നേരം. പിന്നെ സത്യം പറഞ്ഞ അന്നത്തെ ദിവസം ഞങ്ങൾ വർത്താനം പറഞ്ഞ് പിരിയുമ്പോൾ എത്ര മണിയായും അവരൊക്കെ പോകുമ്പോൾ 2:30 പുലർച്ചെ 2:30. എപ്പോഴും കാണണില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ എല്ലാവരും കൂടുന്നുള്ളൂ. 2:30
2:30 ആയി അവര് ഇവിടുന്ന് പോകുമ്പോ. എല്ലാരും കൂടി ഒന്ന് ചിരിച്ച് കളിച്ച് 8-9 മണി കഴിഞ്ഞ് അവര് വരുമ്പോൾ തന്നെ അവര് ജോലിയൊക്കെ കഴിഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി കൂടുതലാണ്. എന്താ വെച്ചാൽ അവരൊക്കെ ജോലിക്ക് പോകണവരാണ്. അവര് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച എല്ലാവർക്കും ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. ആർക്ക് പിറ്റേ ദിവസം പോകണ്ട ജോലിക്ക് എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കുറേ നേരം ഇന്ന് വർത്താനം നമ്മുടെ മനസ്സിൽ ആ സമയങ്ങളൊക്കെ നമ്മളെല്ലാം മറന്ന് കുറേ നേരം സംസാരിച്ചും കളിച്ചും ഒക്കെ മറക്കും. അല്ല നമുക്കതൊരു എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ട അല്ലേ. ഇനി ഒരു സദ്യ ഉണ്ടാക്കണം. അത് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ സദ്യ എന്താ ഉണ്ടാക്കുക? അല്ല കേട്ട് മാറിയിട്ട് മതി. എല്ലാം ഞാൻ സെറ്റാക്കിയാലുണ്ട്. ഒരു മാസം കറക്റ്റ് ഉള്ളൂ. 12-ാം തീയതി ഒരു മാസം. അടുത്ത മാസം സമയം വിഷു. അതിന്റെ ഇടയില് നമ്മുടെ വീട്ടിലൊരു എൻഗേജ്മെന്റ് കഴിയാണ്ട് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. നമ്മളിപ്പോ പാസ്പോർട്ട് പുതുക്കണം. അതെ, കൊറേ നാളായിട്ട് പാസ്പോർട്ട് പുതുക്കണതിനായിട്ട് പൂക്കുണ്ട്. പുതുക്കണം എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ പുതുക്കണ പൂത്തുണ്ടെന്ന് പറഞ്ഞു ഇരുന്നിട്ട് പാസ്പോർട്ട് പുതുക്കും. ഒരു സമയത്ത് ഞാൻ എൻ്റെ കുണുക്കനും കൊണ്ട് കുണിക്കുമണി കൊണ്ട് ദുബായി നോക്കിക്കോ. നമ്മള് 4 ആള് കൂടിയിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരൊരു ഭർത്താക്കന്മാരുണ്ടോട്ടെ. കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോകണം. അല്ലെങ്കിൽ അവളോട് ചുമ്മാ അല്ല, അവരെന്നെ പെറ്റുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ഞിനെ കുണിക്കിനെ കൊണ്ടുപോകത്ത. അപ്പോൾ ഒരിക്കൽ ഒരിക്കൽ അവനോട് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അമ്മ ദുബായി കൊണ്ടുപോകാം അമ്മ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ പറ്റി ഞാൻ ആദ്യം പോയിട്ട് സ്ഥലം നോക്കി പോവില്ലേ, വെറുതെ ഓരോന്ന് പറയാൻ ഒന്നിച്ചു പോവാം. വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും പണി നോക്കി ദേശത്തോടുള്ള നിന്റെ പിന്നാലെ പോരും. അതൊക്കെ അങ്ങനെ ഞാൻ ഇപ്പൊ 2-3 തവണയൊക്കെയാണ്. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒന്ന് പോയി സെറ്റ് അവിടെ വരെ നീ വേണം. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ പുറത്തു വരുന്ന അങ്ങനെ നിന്നെ കൊണ്ട് പോവാ. സെറ്റ് നീ പൊക്കോന്ന് വിസൊക്കെ സെറ്റായിട്ട് ജോലിയൊക്കെ സെറ്റായിട്ട് വല്ല അറബി വീട്ടുള്ള അറബിയുള്ള വേറോടിക്കാൻ കിട്ടിയാലും മതിയാട്ടോ. തമാശയല്ല. അത് മനേണ്ട വലിയ ഭാരമില്ലാത്ത പണിയാണ്. അങ്ങനെ കിട്ടും വിസ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അല്ല അങ്ങനെ എന്തെങ്കിലും വിസ കിട്ടുകയാണെങ്കിൽ എന്നെ പറഞ്ഞേക്കണം കേട്ടോ. വല്ല അറബി വീട്ടുള്ളായിരുന്നു അറിയില്ല. അതിനെല്ലാം അറബി വീട്ടുള്ള വല്ല ഡ്രൈവറായിട്ടായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. നല്ലതാണോ അവർക്കൊന്നും വിചാരിക്കരുത് ഞാൻ നല്ലവനാണ്. നിങ്ങളോണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ കക്കില്ല, ആരുടെയും മോഷ്ടിക്കോ കാര്യമോ അതൊന്നും ചെയ്യില്ല. കൊറേ കടമ്പകൾ കടക്കാണ്ട് എന്നതൊക്കെ കടക്കുക. അതിനാണ് ഭയങ്കര നിരാശ. ഇപ്പൊ 2 ദിവസം ഭയങ്കര നിരാശ. അല്ല ഇപ്പൊ നിരാശ എന്ന് പറഞ്ഞാലേ മൊത്തത്തില് അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതാണ് നമ്മുടെ വീട്ടിലത്തെ അല്ല മൊത്തത്തില് കേൾക്കണം. മൊത്തത്തിൽ അതൊരു ഏത് പ്രായക്കാരായാലും ഇന്നൊരു പനിയ കിനിയ എന്തെങ്കിലും കൊണ്ടുപോയി ഒരാഴ്ചക്കുള്ളിലൊക്കെ അത് എന്താ പറയാ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആകുമ്പോ ഒരു ധൈര്യം ഏത് തരത്തിലും ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം ഒരു പെൺകുട്ടി മരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസം ആയിരുന്നല്ലോ. ചുമ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണ. അപ്പൊ അതാണ് കേട്ടപ്പോ ഒരു ടെൻഷനായിട്ടാ. 23 വയസ്സായി. അങ്ങനെയൊക്കെ ഒരു അസുഖങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അത് ഒന്നും പറ്റാൻ. അന്നയുടെ FB നോക്കിയിട്ട് ഇപ്പൊ കുറെ അങ്ങനത്തെ കുറെ ആദ്യം അന്നയുടെ ഫോണൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പൊ FB ഒക്കെ നോക്കുമ്പോ ഇങ്ങനെ കുറെ ദുരന്തങ്ങളൊക്കെ കണ്ടു തുടങ്ങി കണ്ണില്. അതും ഒരു നോട്ടം നിർത്തേണ്ടി വരും. അല്ല അങ്ങനെ നമുക്ക് മനസ്സിനൊന്നും നിർത്തി വെക്കാനുള്ള ഒരു ഇതല്ല. ഒരു ജോലി വേണം ചേട്ടാ. അതിപ്പോ നമ്മള് ഭയങ്കരമായിട്ട് നോക്കുന്നത് അലട്ടണ ഒരു സംഭവം അങ്ങനെ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറച്ച് വിഷമങ്ങളും കാരണമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ വീഡിയോ എടുക്കാറ്റത്. വേറെ ഒന്നുമല്ല. 2 ദിവസം തീരെ കിടപ്പിന്റെ ആയിരുന്നു. തീരെ കിടപ്പ് വെച്ചാൽ ഇന്നലെ ഒരു മീൻകറി ഒക്കെ അയച്ചു. അത് കലക്കാണ്ട് വെച്ച് വന്ന് കിടന്നു. ഇന്നും അല്ലേട്ടോ ഒരു പുട്ടുണ്ടാക്കി. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെറുതായിട്ട് ഇപ്പൊ എത്ര നേരം ഗൾഫിലേക്ക് പോരായിരുന്നു. ഇപ്പൊ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് തുടങ്ങി 15 ലക്ഷം കടം വന്ന് പോരേ. അല്ല ഒരു അതാ ആഗ്രഹങ്ങൾ പറയാലോ. ആഗ്രഹം പറയണ്ട. വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു 10-25 സീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ. 10-50 ആൾക്കാർക്ക് ഇരിക്കുന്ന സീറ്റിംഗ് ആയിട്ട് അടി ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് 25 മതി.
അല്ല നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ വീട്ടു ചെലവ് കഴിഞ്ഞ് പോകണം. സമ്പാദ്യം ഇല്ലെങ്കിലും മനസ്സമാനത്തോടെ വീട്ടു ചെലവ് കഴിഞ്ഞ് പോകണം. അങ്ങനത്തെ ഒരു റോഡ് സൈഡ് വീടാണെങ്കിൽ പറ്റിയത്. റോഡ് സൈഡ് ആണെങ്കിൽ ഒരു വിഷയമില്ല. അപ്പൊ ഞാൻ എന്നേരം കച്ചവടം തുടങ്ങിയത് അധികമൊന്നുമില്ല, 10-15 ചോറ് അത്ര ഞാൻ തുടങ്ങുള്ളൂ. എന്തെങ്കിലും ഒരു നേരത്തെ ഞാൻ തുടങ്ങുള്ളൂ. പക്ഷെ നമ്മൾ വീട് ഉള്ളേരി കഴിക്കാനും നമുക്ക് തുടങ്ങിയാലും ആൾക്കാർ വരാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഒരു പുറത്ത് നമ്മളൊരു ഹോട്ടലിൽ പോലെ എടുക്കുകയാണെങ്കിൽ നല്ല കാശാണ്. നമ്മുടെ കഷ്ടകാലം പിന്നെ എല്ലാതും പറഞ്ഞു നിങ്ങൾക്ക് നല്ലോണം ഉണ്ടാക്കാറ്. ഇത്രയും പേർക്ക് എന്നോട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്നത് വെച്ചാൽ ഇപ്പൊ എന്റെ ഹെൽത്തൊക്കെ ഭയങ്കര മോശം. നിങ്ങൾ ഇനി കാണുന്ന രൂപയല്ല, നിങ്ങൾ എന്നെ കാണുന്ന രൂപയല്ല. ഞാനൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ കുണുക്കൻ്റെ പെരുന്നാളിന് നെക്സ്റ്റ് വരെ ഇങ്ങനെ കറങ്ങുന്ന പക്ഷെ നടക്കണത് എങ്ങനെയാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ കുണുക്കൻ്റെ ഓരോ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ പോവാന്നല്ലാണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അന്ന് വടക്കുന്നതിൽ ശിവരാത്രി സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത തൊണ്ടനും കൈകാലും അത് ഇത് കുത്തിപ്പഴക്കുന്നതിൻ്റെ ഭയങ്കര വേദന ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് അവൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു ഞാൻ മെയിനായിട്ട് നോക്കിയത്. പക്ഷെ അന്ന് എൻ്റെ ഫേസ് കണ്ടറിയാം തീരെ എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാരും പറയും വീഡിയോയിൽ കാണുന്ന മാതിരി അല്ലാട്ടാന്നൊക്കെ പറയും. എന്താന്ന് സുന്ദരി അല്ല അങ്ങനെ സുന്ദരിയാന്ന് പറഞ്ഞാല് കൂടെ നിക്കണ ആള് ഞാൻ സുന്ദരനാന്ന് പറയണില്ലാന്ന് മാത്രം. അല്ല ദൈവം സാധിച്ചു ഇങ്ങനെ കാണുന്നവരൊക്കെ ഞങ്ങളോട് വന്ന് പറയുന്ന കാര്യം ഒന്നുള്ളൂ കേട്ടോ. നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലല്ല, വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണാം. പക്ഷെ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കമൻ്റാണ് എന്താണെന്നറിയില്ല, നിങ്ങളെന്നെ നേരിലിട്ട് കാണാനാണ് ഭംഗി, വീഡിയോയിൽ കാണാനല്ല ഭംഗി, എല്ലാവരും നേരിൽ കാണാനും ഭംഗി. അങ്ങനെ എല്ലാവരും നേരിൽ കാണാനും ഭംഗിയിട്ടാ വീഡിയോയിൽ. അങ്ങനെ കുറെ ആൾക്കാരായിട്ട് ഞങ്ങളോട് വിചാരിക്കാനൊന്നുമില്ല. നമ്മള് രാവിലെ പോയി പിന്നെ രാത്രി കാണുന്നത് സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് വേണമെന്നൊന്നും ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും നമ്മുടെ ഈ മുഖത്ത് ക്രീമോ കാര്യങ്ങളോ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടുണ്ട്, ഒരു പൊട്ട് കുഞ്ഞിന്നുണ്ട് കുങ്ങുമ്പോൾ അല്ലാണ്ട് മുഖത്ത് ഒരു അത്രേ ഉള്ളു. എന്നാണ് ഞാൻ ഗുരുവായൂർ പോയപ്പോ പാത്തുമ്മയാണോ കഴിഞ്ഞടാ അടത് അടത് കാത്തൂന്റെ കാർത്തൂന്റെ കുഞ്ഞുമേമയല്ല വല്യമേമ എടുത്തോണ്ട് മൂത്രം വെപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അവൾ ഉറങ്ങി കഴിച്ചപ്പോൾ ഞാൻ അവളെ കാര്യം വെച്ച് മൂത്രം വെപ്പിക്കാണ്ട് കൊണ്ടുപോയിട്ടുണ്ട് കാത്തൂനെ. അപ്പോൾ അങ്ങനെ കാലത്ത് ഇത്ര നേരം ഒന്നും ഉറങ്ങാറൊന്നും ഇല്ല കേട്ടോ. എന്താണോ ഈ ശബ്ദം കേട്ടിട്ട് പക്ഷെ മരുന്ന് കുടിക്കുന്നുണ്ട്, പിന്നെ ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ടല്ലോ അവള്. ചുമയുടെയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ടാവും. ജനിച്ച് പിന്നെ മരുന്നുകൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇപ്രാവശ്യം വയ്യാണ്ടായിട്ട് മരുന്ന് കഴിച്ചത്. അപ്പൊ അതിന്റെ ആയിരിക്കും അവൾക്ക് ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ ഒന്നും ഉറങ്ങുന്നില്ല. ആരെങ്കിലും അരുത്തോടൊന്ന് പോകണ ശബ്ദമായിട്ട് അപ്പം ചാടിപ്പോ ഇപ്പോൾ ഏച്ചി കാലത്തൊക്കെ പൊക്കിയത് നോക്കും അങ്ങനെയായിട്ട് കാലത്തും. അപ്പൊ അങ്ങനെ ഗുരുവായൂർ പോയപ്പോഴതെ എത്ര ആൾക്കാരെ വെച്ചിട്ട് നമ്മളറിയണവര് പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടം. നാളെ നമ്മൾ വിഷ്ണുമായുടെ അമ്പലത്തിൽ കണ്ടപ്പോഴാണ് ഷൂ ഇങ്ങനെയൊക്കെ ആക്കണം. ഞാനടക്കം ഭയങ്കര നോക്കിട്ട് എന്താ ചെയ്യാ അല്ല നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യല്ലേ. ഒന്നാലോചിക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ എന്താ പറയാ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമ്മളെ ലൈഫിൽ അറിയാത്തവർ തമ്മിൽ കാണാത്തവർ നമ്മളെ കാണുമ്പോൾ അത്രയും അമ്പലത്തിലേക്ക് തൊഴാണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി ആ നേരം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോണത് ഇഷ്ടാട്ടോ, ഭയങ്കര ഇഷ്ടാട്ടോ. അതവിടെ തൊങ്ങനെ മാത്രം 2 പ്രാവശ്യം അവിടുത്തെ എൻ്റെ കുഞ്ഞിൻ്റെ പൊന്നുവിനെ കാറിൽ പോയിട്ട് കണ്ടു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നേ കാറിൽ. അന്ന് പൊന്നു അവിടെ വരെ വരുന്നുണ്ട്, ഒരു വഴിയിൽ നേരുന്നു. അങ്ങനെ കണ്ടു പൊന്നിന് ചെയ്തു എന്നാണ്. അമ്മ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിയത് ചേച്ചിയാണോ ചോദിച്ചപ്പോ അങ്ങനെ ആക്കിയതാണ്. അപ്പൊ ഇത് ഞങ്ങളെ ആക്കിയതാണ്. അതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരില്ലാത്ത ഒരാൾക്കാർ നമ്മളെ അങ്ങനെ സ്നേഹിക്കുക, ഉമ്മയ്ക്കുക, അത് ഭയങ്കര ഒരു അതിശയമാണ്. ഒരിക്കലും ഞങ്ങൾക്ക് യൂട്യൂബിൽ വന്നതിൽ ഏറ്റവും നമ്മളോട് സന്തോഷിക്കുന്ന ഒരുപാട് ഫാമിലികള്. നെക്സ്റ്റ് ഒരു ടീച്ചറാണ് നമുക്ക് കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർമാരാട്ടോ. ഭയങ്കര ഇഷ്ടം ടീച്ചർക്ക്. ഞങ്ങളോട് വന്ന് വർത്താനം പറയുന്നത് ചെറിയ പണി. പക്ഷെ ടീച്ചർ ഭർത്താവ് ഭയങ്കര സ്മാർട്ടായിരുന്നു. എൻ്റെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാ. ടീച്ചറല്ല എൻ്റെ പോലെ കുറച്ച് സൈലന്റുവാ സംസാരിക്കാൻ. ടീച്ചർ പറഞ്ഞ സ്കൂളില്
ഈ കർണാടകത്തിന്റെ മേച്ചിട്ട് ഒരു ടീച്ചറാ അന്ന 55 കുട്ടികളൊക്കെ ടീച്ചർ ക്ലാസ്സില്. എന്നിട്ട് ടീച്ചറ് ടീച്ചറെ ഭർത്താവും ടീച്ചറൊക്കെ നമ്മുടെ ഭർത്താവ് അതൊക്കെ നമുക്ക് ഭയങ്കര നിങ്ങളുടെ വീഡിയോ കാണും. പിന്നെ നമ്മളതിനെ ഒരു എറണാകുളത്തൊരു എന്താ ഒരു എന്തിൻ്റെ ഇതാ, പക്ഷെ അവർ സീരിയലിലെ ഒരു സീരിയൽ നടിയുടെ അമ്മയാണ് കേട്ടോ നമ്മളെ വിളിക്കുന്നത്. പക്ഷെ ആരെയൊന്നും പറയേണ്ടത് ഞങ്ങൾക്ക് അതൊരു ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അവരെ പറ്റി പറയാൻ കാരണം വേറെ ഒന്നുമില്ല. അവർ വേറെ വീഡിയോസ് യൂട്യൂബിൽ വേറെ വീഡിയോ ഒന്നും കാണില്ല, എൻ്റെ വീഡിയോ മാത്രമേ കാണുള്ളൂ. അത് ഭയങ്കര ഇതില്ല എനിക്ക്. നിങ്ങളുടെ സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം എന്താ ഭയങ്കര ഇഷ്ടം. സംഗീതത്തോട് സംസാരിക്കും. എനിക്ക് 1-2 പ്രാവശ്യമായിട്ട് ആൾ വിളിച്ച് സംഗീതത്തോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്കതൊക്കെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഭയങ്കര നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫോണൊന്നും അങ്ങനെ എടുത്തിരുന്നില്ല. അപ്പൊ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മള് ചിലപ്പോ തൃശ്ശൂര് നമ്മള് കണ്ടോര് വടക്ക് നല്ല കണ്ടോര് വിളിച്ചിട്ടില്ല. അവരുടെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടില്ല. വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു. ചിലപ്പോ അവരെ മോൾക്ക് SSLC എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ധൃതിയിലൊക്കെ ആവും. ആ മോൾക്ക് ഞങ്ങളെ കാണും വീഡിയോ കോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുട്ടിക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും കഴിഞ്ഞു. ഇന്നത്തോടുകൂടിയാണ് കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിന് എക്സാം തുടങ്ങിയിട്ട് ഇന്നലെ ഒരു എക്സാമിന് കുഞ്ഞൻ പോയിട്ടുണ്ട്. SSLC കുഞ്ഞിനും SSLC എക്സാം എഴുതിയിട്ടുണ്ട് കേട്ടോ. നീ എഴുതുന്നില്ല, പണ്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട. ഓരോന്നായിട്ട് കുഞ്ഞെ അടുത്ത നമുക്ക് കൂടി ഒരു പ്രാവശ്യം തോറ്റു. ഇനി പാസ്സാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ എഴുതാൻ പറ്റിക്ക് എഴുതും. നമുക്ക് പഠിക്കാൻ പ്രായപരിധികളൊന്നും നമുക്ക് പഠിക്കണം. നമ്മളെ മനസ്സ് വെച്ചാൽ നടക്കും, അത്രേ ഉള്ളൂ. നമുക്ക് അതിനൊരു പ്രായം ഇത്ര പ്രായത്തിനുള്ളിൽ പഠിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാൻ തോന്നിയാൽ നമുക്ക് പഠിക്കാട്ടോ. എവിടെ വേണമെങ്കിൽ എത്താം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ മനസ്സിൻ്റെ മനക്കരുത്താണ് നമ്മളതിനെ എവിടെയും വരെ എത്തുന്നത്. എന്താ വെച്ചാൽ സാധാരണ ഒരു പെണ്ണിനാണെങ്കിൽ ഒരു ജസ്റ്റ് പ്രശ്നം വന്നു വെച്ചാൽ ആ ഒരു ഡോക്ടറെ അടുത്ത് എത്തി കീറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനായ കാര്യം വഴിയിരുന്ന് അത് പൊട്ടിച്ച് അതൊക്കെ നീരോടെ കളഞ്ഞ് ക്ലീനാക്കി സെറ്റാക്കി. ഇപ്പോൾ ഒരു കുഴപ്പം വേദന ഉണ്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ വേറെയും തടിപ്പുകളുണ്ട്. അതിന് ഭയങ്കര പക്ഷെ അത് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും നമ്മൾ അതിനൊരു തീരുമാനം കണ്ടെത്തും. എന്തായാലും കുറുക്കൻ്റെ എക്സാം ആയതുകൊണ്ടാണ്. കുറുക്കൻ്റെ എക്സാം ഇല്ലേന്ന് കമന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ എക്സാം 21-ാം തീയതി കുഞ്ഞിന്റെ എക്സാം. കുഞ്ഞിനല്ല കുണുമാന്റെ എക്സാം. ഞാൻ കുഞ്ഞ് എക്സാം എഴുതി തുടങ്ങിന്ന് പറഞ്ഞു. ഞാനൊക്കെ എഴുതാത്തിട്ട് വിഷമം പോരാൻ എഴുതി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതിപ്പോ പഠിക്കണ ലുക്കായിട്ട് പഠിക്കാതിരിക്കുമ്പോ കാണുന്ന ലുക്കായിട്ട് കുഞ്ഞിനെ കണ്ട കുറച്ചാളെല്ലാവരും കാണാൻ പറ്റും. അയ്യോ പോരാ പാടില്ലോ. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെന്ന് അതന്നെ അവർ തന്നെ പഠിപ്പിക്കരിച്ചിട്ടിട്ട് കുഞ്ഞിനും അവനോട് ഒരുമിച്ച് അവിടെ പഠിക്കാൻ ഹാളില്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വയ്യെങ്കിലും അത്രയും ടൈം ഞാൻ അവിടെ കിടന്നേന്നാൽ ബിഗ് ബോസിന്റെ ടൈമായപ്പോൾ ഞാൻ പോയി കിടന്നു. ലാലേട്ട വരുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ഈ ഷോൾഡർ ഭയങ്കര വേദന നിന്നിട്ടും ഞാൻ ഇരുന്ന് ഈ കൈയൊന്നും ഇങ്ങനെ കൊട്ടി ലാലേട്ടന് അടിയുടെ ആശാമാരെന്ന് തോന്നും. പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ എനിക്ക് തീരെ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു എപ്പിസോഡ് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം രസം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാർ നമുക്ക് അറിയാത്തവര് തീരെ അറിയാത്തവർ കൊണ്ടുവന്ന നമുക്കത് ഒരു നമ്മളെ കണ്ട് പരിചയമില്ല. അപ്പൊ അവരുടെ ആകുമ്പോൾ നമുക്ക് കാണും ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഈ പ്രാവശ്യം കുറെ ആൾക്കാർ പിന്നെ യൂട്യൂബേഴ്സിനും അവരും ഭയങ്കരമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ കാർത്തൂന്റെ ഭാര്യ സിജോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബിഗ് ബോസിലെ സിജോ ഇവിടെ കാർത്തൂന്റെ ഫംഗ്ഷനാണ്. പക്ഷെ എന്നെ ആദ്യം ട്രോൾ ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷെ എനിക്ക് ആ ട്രോളിയവരോടൊക്കെ സ്നേഹമാണെന്ന് വെച്ചാൽ പക്ഷെ നമ്മളോട് പരിചയം വന്ന് വർത്താനം പറയുമ്പോൾ അതിന് കുറച്ച് നമുക്ക് മാറ്റേണ്ടി വരും അല്ലേ. എനിക്കിപ്പോൾ എന്നെ ട്രോളിയെങ്കിലും ആ ഒരു എന്നോട് അടുത്തോണ്ടു അത് അമ്മ മനസ്സിലാക്കിയത് ഞാൻ ട്രോളി ഇങ്ങനെ വന്നിട്ട് ഞാൻ അങ്കമാരൊരു അവാർഡ് ഫംഗ്ഷനിൽ പോയപ്പോൾ നേരിട്ട് വന്നിട്ട് അത് നമ്മുടെ ബിസിനസ് അത്ര ചിന്തിച്ചാൽ ഞാൻ നമ്മളോട് ഒരു 3-4 ആൾക്കാർ വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വിഷമം പോയി. ശരിയാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മളോട് വന്ന് അതേപോലെ ഈ കുട്ടിയും അംജുക്കാന്നൊക്കെ പറഞ്ഞിട്ടിലേക്ക് ആ കുട്ടിയുടെ പേരധികം അറിയില്ല. അംജുക്കാണ്ട് ആ കുട്ടിയും എന്നെ ആദ്യത്തോട്. പക്ഷെ അന്നേരം അങ്കമാലിയുടെ ഫംഗ്ഷൻ അപ്പോൾ എന്നോട് വന്ന ആൾ മിണ്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പം നമുക്ക് അവരോടൊന്നും ഒരു വിഷമോ പിണക്കോ അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ നമ്മളെ കണ്ട് ഇൻസ്റ്റയിൽ ഒരുപാട് കണ്ട് ഫേസാണ് നമ്മുടെ ജാസ്മിൻ. പിന്നെ നമ്മുടെ മുടിയുണ്ട്. പിന്നെ സാധന സിനിമയിലത്തെ
അവരെന്നെ ഇഷ്ടം. ആ റോള് സ്വാതന്ത്ര്യത്തിന് ജയന്തിന്റെ പേരെന്താ? പേര് പറഞ്ഞു അല്ലെ അപ്സര. മൂപ്പര് പിന്നെ യമുന റാണി അവരൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള നമുക്ക് അത് കാണാനുള്ളൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബോസ് എത്ര നാളതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എനിക്കറിയില്ല. ഇപ്പം ഇന്നലെ കണ്ടു, ഞാൻ കണ്ടിട്ട് വൈകിയെങ്കിലും ആ സമയമാകുമ്പോൾ ഞാൻ പോയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ട് ഞാൻ ആ ബിഗ് ബോസ് കാണുന്നുണ്ട് അല്ലേ. അതൊരു പണി. ഇത്ര നാളെ ഞാൻ ഇത്ര മാസങ്ങളായിട്ട് ഞാൻ ടി വി കാണാറില്ല. ഞാൻ എന്നെ ടി വി കണ്ടിട്ട് ഒരു കൊല്ലത്തിന് മേലെ ഞാൻ എന്നെ തീരെ ടി വി കാണാറില്ല. തീരെ ടി വി കാണാനിരിക്കാറില്ല. ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയപ്പോ ഞാൻ വീണ്ടും ടി വിയിലേക്ക് അഡിക്റ്റ് ആയി. ബിഗ് ബോസ് തുടങ്ങിയപ്പോ ടി വി ഒന്ന് വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ വലിപ്പ മതി ഇത്ര നാളൊന്നുമല്ലോ. സത്യം പറഞ്ഞ സമയത്ത് ടി വി അടിക്കുമ്പോ പേടിയായിരുന്നു. ഒരു കൊല്ലം ആ സമയത്ത് നമുക്കൊരു 6 വർഷമായി. എന്നാലും നമുക്ക് അതിന് 2000 ഉറുപ്പിക ചെലവാക്കിയാലും പിന്നെയും 6 വർഷത്തിന്റെ ഇടയിൽ 2000 രൂപ 2000 എത്ര രൂപ ചെലവാക്കി. 2000 അടുത്തായി. അല്ല അതിന്റെ ഇടയിൽ സ്പീക്കർ പോയിന്റ് ആയിരുന്നു. അതല്ലേ പ്രാവശ്യം സ്പീക്കർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദിവസം അതിൻ്റെ ഇത് പോയിട്ട് ഇവിടുത്തെ 2 അപ്പൊ 6,000 ചെലവാക്കിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കിട്ടിയല്ലോ സമാധാനം. പിന്നെ ഇനിയൊക്കെ കഴിക്കുമ്പോൾ സ്മാർട്ട് ടി വി കഴിക്കണം, യൂട്യൂബൊക്കെ കാണണം. ഞാൻ ടി വി യൂട്യൂബൊന്നും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നം. അപ്പം ഞങ്ങൾ ടി വി കാണണം. ഇവിടെ ടി വി കാണുന്ന ആൾക്കാർ കുഞ്ഞിനും ഷെബിയാണ് ടി വി കാണുന്ന ആൾക്കാർ. വേറെ ആരും പ്രത്യേകിച്ച് അങ്ങനെ ടി വി കാണുന്ന ആരും കേട്ടോ. ബിഗ് ബോസ് കാണും. ഇലക്ഷന്റെ വെറുതെ ഇരുന്നിട്ട് ചൊറിയാൻ എണ്ണത്തിന്റെ മുഖം കണ്ടിട്ട് സത്യം വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല. വൈശുവിന്റെ അവിടുത്തെ ടിവിക്ക് വലിയ ഇഷ്ടം 62 ഇഞ്ച സൂപ്പറാ. അതേമാതിരി ചില്ലറ മുഖം, സാധാരണമായിട്ടുള്ള മുഖം. അല്ല എന്തെങ്കിലുമൊക്കെ എന്റെ പ്രൈസ് ഇട്ടാണോ അങ്ങനെ സമ്മാനം അടിക്കാനേ കിട്ടും. മേടിക്കാൻ അങ്ങനെ കാശ് കൊടുത്താലേ തരുള്ളൂ. അങ്ങനെ കീഴുള്ള ടി വി കേട്ടില്ലായിരുന്നു, പോട്ടെ അത്ര മതി. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പിന്നെ എന്തൊരു കാര്യം പറയാമെന്നല്ലോ, ഇതൊരു കാര്യമാണ്. ടി വി കാണുന്നതിനെ പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് മറന്നു. ടി വി കാണുന്നതിനെ പറ്റില്ല കുഞ്ഞിന് ഷേപ്പ് ടി വി ആണല്ലോ. പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ പറയാണ്ട് വന്നു. എലക്ഷൻ പിന്നെ എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്. സുരേഷ് ഗോപി ആയതുകൊണ്ട് വേറെ ആരും ചെയ്യില്ല. പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തിയെ നോക്കിയിട്ട്. വ്യക്തിയെ വെച്ചിട്ട് നോക്കുമ്പോഴേക്ക് പിന്നെ സുരേഷ് ഗോപിക്ക് ചെയ്യുന്നതാണ്. വേറെ ഒരു വ്യക്തികൾക്കും വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ അവിടെ സുരേഷ് ഗോപി ഇല്ലാതെ അതും ചെയ്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാണ്ട് ഞാൻ പറഞ്ഞ വ്യക്തിയെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. ആലത്തൂര് ഒരെണ്ണത്തിനും ഭാഗം കണ്ടാൽ വോട്ട് ചെയ്യാൻ തോന്നില്ല. ഞാൻ പറയും, സത്യം പറയും. എന്താ സത്യം പറഞ്ഞ വോട്ട് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു നമ്മുടെ ഈ കയറ്റിവിട്ടിട്ട് എന്താ കാര്യം? നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവണില്ല ഇവരോടൊന്നും, യാതൊരു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഒരാളുള്ള സമ്പാദിച്ച കാശ് നോടുന്ന ഒരാൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ ഒരെണ്ണ ഒരാൾക്ക് ഉപകാരമില്ലാത്തോണ്ടാണ്. പിന്നെ നമ്മളെന്തിനാ അവർക്ക് നമ്മളെന്നെ അവരെ കയറ്റിവിട്ടിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ പറയട്ടെ, നമുക്ക് 10 രൂപ ഇടുമ്പോൾ ഒരു 2 രൂപയിന് ആരെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ പറിച്ച് മിഴുങ്ങി വീട്ടിലിങ്ങനെ 4 തലമുറയ്ക്ക് ഉണ്ടാക്കിയിടാന്ന് വെച്ചാണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിപ്പോ ഏത് പാർട്ടിയായാലും 3 പാർട്ടി ഞാൻ നല്ല കോൺഗ്രസ്സുകാരന്റെ മോളാ, നല്ലൊരു കോൺഗ്രസ്സുകാരന്റെ ഭാര്യ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരെണ്ണത്തിന് വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. സത്യം സത്യം പറഞ്ഞോടെ എന്താല്ലേ, നമ്മുടെ ഇഷ്ടമല്ല വോട്ട് ആർക്ക് ചെയ്യണം എന്ത് ചെയ്യണം. സുരേഷ് ഗോപി ആണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും, പക്ഷെ വേറെ ആരാണെങ്കിൽ ഞാൻ ചെയ്യില്ല. സുരേഷ് ഗോപി നമ്മുടെ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. സുരേഷ് ഗോപിക്കാണെങ്കിൽ BJP എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ചെയ്തത്. വ്യക്തി തലവേദന കൂടി സുരേഷ് ഗോപി എന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഞാൻ ചെയ്തേട്ടോ. എന്താ വെച്ചാൽ ഒരാൾക്ക് ഒരു നേരത്തെ ഉപകാരം, ഒരാൾക്കൊരു ഉപകാരപ്പെടുന്നുള്ളൂ ആ മനുഷ്യനോട്. അങ്ങനെ ആരുള്ളു നമ്മുടെ അവിടെ ആരുള്ളു? പലരും പല തരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. ആരുപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടില്. ഇപ്പം കുഞ്ഞിന് വയ്യാനായിട്ട് നമ്മള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയാണ്? ആരുമില്ല.
പിന്നെ എന്തിനാണ് ഇവരൊക്കെ നമ്മൾ തലയ്ക്ക് പോലെ കയറ്റി വെച്ചിട്ട് കാര്യം? ഒരു കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഉള്ള സത്യം പറയുള്ളൂ. നമ്മുടെ നാട്ടില് ഒരു കുട്ടിക്കായാലും ഒരു ആർക്കായാലും വയ്യാണ്ടാകുമ്പോൾ എല്ലാവരും കൂട്ടായ്മയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യം. അതൊന്നും നമ്മുടെ നാട്ടിൽ ആരും ചെയ്യണില്ല. പിന്നെ ഇവരനൊക്കെ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്തിട്ടും മുകളിലേക്ക് കയറ്റിയത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എതിർപ്പാണ്. എന്നെ വലിച്ചോണ്ട് വോട്ടുണ്ടെന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. എന്തിന്? എന്നാലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനൊന്നും പറയരുത്. അതിനായിട്ട് നിൽക്കുക. രക്ഷണത് ഞാൻ ചെയ്യാം. അതിനായിട്ടുള്ള ചെയ്ത് അതിനായിട്ട് രക്ഷണത്തെ ഞാൻ ചെയ്യാം. അതിനായിട്ട് ചെയ്യാം. ഉന്നുള്ളതിന്റെ അറിയാൻ കല്ല് കൊടുക്കില്ല. നിന്നെ എങ്ങനെ ഇതിന് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് നിക്കും. ഞാൻ കിട്ടിയത് മൊത്തം നാട്ടുകാർക്ക് കൊടുക്കൂട്ടോ. അല്ലാണ്ട് അവരെന്നെ രക്ഷിക്കാനൊന്നും നിക്കില്ല. എന്നെ അങ്ങനെ ഇങ്ങനെ ആരും കയറ്റിയാൽ മതി. കള്ളത്തരത്തിനൊന്നും ഞാൻ നിക്കില്ല. ആരെങ്കിലും രക്ഷിക്കണം, ആരെങ്കിലും ഉപകാരം ചെയ്യണം, അത് ചെയ്യാൻ മാത്രമേ. തീർച്ചയായിട്ടും നിർത്തും, ഉറപ്പാണ്. എന്നിട്ട് നാട്ടുകാർ തല്ലുപിടിച്ച് വെച്ചാൽ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാണ്ടല്ല. നാട്ടുകാരെ കള്ളത്തരം ചെയ്യാൻ കിട്ടില്ല. സത്യസന്ധമായിട്ട് ഇതുപോലെ ഇങ്ങനെ വായ തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞ ഒരു അമ്മയാണ്. അല്ല, നമുക്ക് മെല്ലെ വെച്ചൊരു സഹകരണ ബാങ്കിൽ ആദ്യം നിൽക്കാം, പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാം, പിന്നെ ബ്ലോക്കിൽ നിൽക്കാം. അങ്ങനെ ഭർത്താനും മക്കളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതൊക്കെ വേണ്ട. എന്റെ ഭർത്താനും മക്കളെ നോക്കിട്ട് വീട്ടമ്മ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ചെയ്യും. ചെയ്യാൻ ചാൻസ് കിട്ടി ഞാൻ ചെയ്തിരിക്കും. എനിക്ക് അല്ല, ഞാൻ ചെയ്യൂല. എന്റെ മനസ്സിലാണ് ഏട്ടാ തീർച്ചയായിട്ടും. കള്ളത്തരത്തിന് കൂട്ടുക്കല്ലേ? എവിടെയില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയതൊക്കെ അവിടെ തല്ലുണ്ടാക്കിട്ട് വരുന്ന, എവിടെ തെറ്റുണ്ടോ അവിടെ അടി ഉണ്ടാക്കി വരുന്ന ആളെ ഞാൻ. അല്ല, നമുക്ക് അങ്ങനെ ശരി. ഒന്നിനെ നല്ലൊരു കോൺഗ്രസ്സുകാരൻ്റെ ബ്ലഡാണ് ശരീരത്തോട് കൂടുന്നത്. നല്ല കോൺഗ്രസ്സുകാരൻ്റെ കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയാണ്. രാഷ്ട്രീയം പറയല്ലോ. ഇപ്പൊ ആരോടും ഒരു ഒന്നുമില്ല. നമ്മള് വ്യക്തികളെ നോക്കിയിട്ട് മാത്രം വോട്ട് ചെയ്യും. കറക്റ്റ്. നമുക്ക് നമുക്കെന്നല്ല, ജനങ്ങൾക്ക് ഉപകാരം ആര് ചെയ്യണോ അവർക്ക് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ വോട്ട് ചെയ്യും. പാർട്ടിക്ക് വേണ്ടി കുറെ ഓടി നടന്നൊരു ആശാനായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആശ പോയിട്ടില്ല കേട്ടോ ഒരു പാർട്ടിക്ക്. പിന്നെ ആകെ ഒരു പാർട്ടി ഉണ്ടായിട്ടുള്ളൂ, സംഗീത പാർട്ടി. സംഗീത പാർട്ടിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് സംഘടന. അല്ല, പോവാ ഞങ്ങൾ പോവാട്ടാ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയ ഞങ്ങൾ ഭയങ്കര നമ്മൾ അടച്ചിരിച്ചിട്ട് അടുത്ത ഇലക്ഷൻ എല്ലാവർക്കും വോട്ട് ചെയ്തോട്ടെ. ബൈ.